വേദപുസ്തകത്തിൽ യേശു കർത്താവ് ആൾക്കൂട്ടത്തിൽ നിന്നും പിൻവാങ്ങിപ്പോയി, ശിഷ്യന്മാരിൽ നിന്നും പിൻവാങ്ങിപ്പോയി എന്ന് പല ആവർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിൻവാങ്ങി മല മുകളിലേക്കും പ്രാർത്ഥനയ്ക്കുമായി പിൻവാങ്ങുന്നതായ സംഭവങ്ങൾ വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. പിൻവാങ്ങുക എന്ന വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അനക്കോറിയോ. അനക്കോറിയോ എന്ന് പറയുന്നത് പിൻവാങ്ങുക, വിത്ഡ്രോ. ഈ വാക്കിൽ നിന്നുമാണ് ആൻകറൈസ് എന്ന വാക്ക് രൂപപ്പെട്ടത്. സന്യാസത്തിൽ ആൻകറൈസ് എന്ന് പറയുന്നത് പിൻവാങ്ങി ഏകാന്തമായി ജീവിക്കുന്നതായ ഏകാന്തവാസികളെ സൂചിപ്പിക്കുന്ന പദമാണ് ആൻകറൈസ്. അറകളിലും മരുഭൂമികളിലും വിജനമായ പ്രദേശത്തൊക്കെയും പിൻവാങ്ങിപ്പോയി ജീവിക്കുന്നതായ വൃദ്ധാനുഷ്ഠാനികൾ. ലോകത്തിൽ നിന്നും, ലോകത്തിരക്കിൽ നിന്നും, ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും, ദൈവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തടസ്സങ്ങളിൽ നിന്നും വേർപെട്ട് ഏകാന്തമായി ദൈവത്തിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നതായ ഒരു അനുഭവമാണ് പിന്മാറുക എന്ന് പറയുന്നത്. യേശു കർത്താവ് വേദപുസ്തകത്തിൽ പിൻവാങ്ങിപ്പോയത് പ്രാർത്ഥിക്കാനും സ്വസ്ഥമായിട്ടിരിക്കാനും പിതാവായ ദൈവവുമായിട്ട് ബന്ധപ്പെടാനുമുള്ള അനുഭവങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പിൻവാങ്ങുന്നത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ഈ നിയമകാലങ്ങൾ സഭ മുന്നോട്ട് പോകുമ്പോൾ ഓരോ വിശ്വാസിയും കുറച്ച് സമയമെങ്കിലും ഈ ലോകത്തിന്റെ തിരക്കിൽ നിന്നും പിൻവാങ്ങി ആ പിൻവാങ്ങുന്ന സന്ദർഭങ്ങളിൽ ദൈവവുമായി ബന്ധപ്പെടുകയും പ്രാർത്ഥനയിലൂടെയും വചനം വായിക്കുന്നതിലൂടെയും മൗനമായിട്ടിരിക്കുന്നതിലൂടെയും സ്വയം അവബോധത്തിലേക്കും ഭാവം ഏറ്റുപറയുന്നതിലൂടെ അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു പിൻവാങ്ങലിന്റെ ഒരു അനുഭവത്തിൽ കൂടെ മുന്നേറാൻ തക്കവണ്ണമാണ് കർത്താവിന്റെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നത്. കുറച്ച് സമയം നമുക്ക് നോമ്പുകാലങ്ങളിൽ പിൻവാങ്ങി ദൈവത്തിന്റെ കൂടെ സമയം ചെലവഴിക്കും.